നമസ്കാരം. രുദ്രനേത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ഏറ്റവും വലിയ ഗ്രഹമാറ്റം സംഭവിക്കുന്നു. ചൊവ്വ ഭഗവാൻ 40 ദിവസത്തെ ക്ഷീണം കഴിഞ്ഞ് സ്വന്തം സിംഹാസനത്തിലേക്ക് എഴുന്നള്ളുകയാണ്. എന്താണ് എന്ന് നോക്കിയാൽ മെയ് 11 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:50 കൂടിയാണ് ചൊവ്വയുടെ അശ്വതി നക്ഷത്രം 1-ാം പാദത്തിൽ, അതായത് മേടം രാശിയിലേക്കുള്ള പ്രവേശനം സംഭവിക്കുന്നത്. അപ്പോൾ ഇത് 4 രാശിക്കാരുടെ ജീവിതത്തെ മാറ്റുന്നുണ്ട്. ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവർ ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നതിനായി വരുത്തേണ്ടത്, ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് വ്യക്തമായി നിങ്ങളിലേക്ക് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരാം. അതായത് ഏപ്രിൽ 2 മുതൽ മെയ് 11 വരെയുള്ള സമയമാണ് ചൊവ്വ മീനം രാശി ഉണ്ടാകുന്നത്. അപ്പോൾ 11-ാം തീയതി വരുന്ന മെയ് മാസം 11 വരെയുള്ള സമയം, അപ്പോൾ പൂർവ്വ ഭാദ്രപദം, ഉത്തരഭാദ്രപദം, രേവതി നക്ഷത്രങ്ങളിലൂടെ ആയിരിക്കും ചൊവ്വയുടെ സഞ്ചാരം. ഇത് ചൊവ്വയ്ക്കൊരു ദുർബലത സ്ഥാനമായിരിക്കും, അതായത് ബലമില്ലാത്ത ദുർബലമായൊരു സ്ഥാനമായിരിക്കും. ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജലത്തിൽ അഗ്നി വീണാൽ എങ്ങനെയായിരിക്കും, അതേപോലെ ഒരു അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയുടെ ഫലം നമ്മൾ മനുഷ്യരിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും? മനുഷ്യർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, തീരുമാനങ്ങൾ എടുക്കുന്നതിനൊരു കൃത്യതയില്ലാത്ത അവസ്ഥ വരും, ഊർജം വേസ്റ്റായി പോകുന്നത് പോലെ തോന്നും. ഊർജമുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ആ ഊർജം വേസ്റ്റായി പോകുന്നത് പോലെയുള്ള, ചെയ്തിട്ടും ഫലമില്ലാത്ത അവസ്ഥ. അത് എന്ന് വരെയാണ്? മെയ് 11 വരെയുള്ള സമയം. എന്നാൽ മെയ് 11 മുതൽ ചൊവ്വ സുക്ഷേത്ര ബലവാനാവുന്നുണ്ട്. അപ്പോൾ മേടം രാശിയുടെ അധിപൻ തന്നെ ചൊവ്വയാണ്. അശ്വതി ഭരണി കാർത്തിക വരുന്നവരാണല്ലോ മേടം രാശിയിൽ. അപ്പോൾ ഈ ഒരു മേടം രാശിക്കാർക്ക് ഇനി 11-ാം തീയതി മുതൽ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത്. കാരണം ചൊവ്വയുടെ ഒരു രംഗപ്രവേശനം മേടം രാശിക്കാർക്ക്, ചൊവ്വ രാജാവായിട്ടാണ് മേടം രാശി സുക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുമ്പോൾ മേടം രാശിക്കാർക്ക് ഇത് വലിയ ഭാഗ്യത്തിന്റെ ഒരു സമയമായിരിക്കും വന്നു ചേരുന്നത്. ഇതിലും വലിയൊരു കാര്യമുണ്ട്. ശനിയും അതേപോലെ അശ്വതി ഭരണി നക്ഷത്രങ്ങൾ 2026 ഒരു മാറ്റം നോക്കുമ്പോൾ മെയ് 11 മുതൽ ഒരു പുതിയ യുഗം തന്നെ, ഭാഗ്യയുഗം തന്നെ ഈ നക്ഷത്രക്കാർക്ക് നൽകുന്നു എന്ന് നമുക്കിവിടെ പറയാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വയുടെ പൂർണ്ണ അനുഗ്രഹം കിട്ടുന്ന 4 രാശി, അതിൽ വരുന്ന നക്ഷത്രങ്ങൾ പറയാം, നിങ്ങൾ കൃത്യമായി ഒന്ന് കേൾക്കുക. അശ്വതി ഭരണി കാർത്തിക മേടം രാശി. ചൊവ്വ നിങ്ങളുടെ ലഗ്നത്തിലാണ്, അപ്പോൾ 1-ാം ഭാവത്തിൽ. അശ്വതി നക്ഷത്രക്കാർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. കാരണം ചൊവ്വ അശ്വതിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയ തുടക്കങ്ങളൊക്കെ ഉണ്ടാകാനും ധൈര്യം അശ്വതി നക്ഷത്രക്കാർക്ക് മാത്രമല്ല മേടം രാശിക്കാർക്ക് പൊതുവെ പറയുമ്പോൾ ധൈര്യം ഉണ്ടാകും. നേതൃത്വ ഗുണം ഇരട്ടിയാകും. ഒരു ലീഡർഷിപ്പായിട്ട് ജോലി ചെയ്യുന്ന, ഒരു ഇത്ര ഗ്യാങ്ങിന്റെ ലീഡറായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അവരുടെ പവർ ഒന്നുകൂടി വർദ്ധിക്കും. ഇനി ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിലും ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ആഗ്രഹങ്ങൾ എന്തുണ്ടെങ്കിലും അത് സഫലമാകുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ശത്രുനാശം ഉണ്ടാകും, കടങ്ങളൊക്കെ തീരുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ദേഷ്യപ്പെടാനായിട്ട് പാടുള്ളതല്ല. ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിക്കണം. അപ്പോൾ ദേഷ്യം നിയന്ത്രിച്ചാൽ വലിയ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇനി അടുത്തത് പുണർദം, പൂയം, ആയില്യം കർക്കടകൻ രാശിക്കാർക്ക്. ചൊവ്വ നിങ്ങളുടെ 10-ാം ഭാവം, അതായത് കർമ്മസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ പൂയ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ ഉയർച്ച, ഉറപ്പ്, ഉന്നതി, അതായത് സർക്കാർ ജോലി വരെ സമയം ഉണ്ടാകും, പ്രൊമോഷനൊക്കെ സാധ്യതയുണ്ടാകും. ഇനി ആയില്യം നക്ഷത്രക്കാർക്കാണെങ്കിൽ രഹസ്യ ശത്രുക്കൾ തനിയെ മാറിക്കോളും. നമുക്കറിയാം ശത്രുക്കൾ ഉണ്ടെന്ന്, പക്ഷേ രഹസ്യമായിട്ടിരിക്കുന്നവരാണ്. ആരാണ് നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇനി ആരായിക്കൊള്ളട്ടെ, എങ്ങനെ ആയിക്കൊള്ളട്ടെ, അത് സ്വയമേവ മാറുന്നതാണ്. പുണർദ നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ പുതിയ കോൺട്രാക്ട്സ് ഒക്കെ ഉണ്ടാകും. പിതാവിന്റെ സഹായം കിട്ടും. പിതാവുമായി പിണക്കത്തിലായിരുന്നാൽ പോലും പിണക്കങ്ങൾ മാറി ഒരുമിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കുറച്ച് ആഴ്ചകൾ അല്പം കഠിനമാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് ക്ഷമയോടുകൂടി പോയി കഴിഞ്ഞാൽ ഫലം ഇരട്ടിയാകും. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശി. അപ്പോൾ നിങ്ങൾക്ക് 7-ാം ഭാവം കടത്ര ഭാഗത്താണ്
ചോദ്യ നക്ഷത്രക്കാര് വിവാഹം വൈകി നിൽക്കുന്നവരാണെങ്കിൽ ഉത്തമ വിവാഹം ഉറപ്പാകും. ദാമ്പത്യ കലഹത്തിൽ നിൽക്കുന്ന ദമ്പതികളാണെങ്കിൽ അതൊക്കെ തീരും. ഇനി വിശാഖ നക്ഷത്രത്തിനാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് നല്ല സമയമാണ്. ചിത്തിര നക്ഷത്രത്തിനാണെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കേസ് തർക്കങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ടതോ വിവാഹവുമായി ബന്ധപ്പെട്ടതോ അല്ലാതെ എന്തുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണെങ്കിലും വിജയം ഉണ്ടാകും. പക്ഷേ ചൊവ്വ കലഹകാരകനാണ്. അതുകൊണ്ട് ഈഗോ മാറ്റിവെച്ച് വേണം പ്രവർത്തിക്കാൻ. ഒരു ഞാനാണ് വലിയവൻ എന്നൊരു ഭാവത്തിൽ നിന്നാൽ ചൊവ്വ പണിയേറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഉത്രാടം, തിരുവോണം, അവിട്ടം മകരൻ രാശി. ചൊവ്വ 4ാം ഭാവമായ സുഖസ്ഥാനത്താണ്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് വീടോ ഭൂമിയോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള ഒരു യോഗം ഈ സമയത്ത് വരും. അവിട്ട നക്ഷത്രത്തിനും അതേപോലെ വീട് പണി മുടങ്ങി കിടന്നതാണെങ്കിൽ അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ട്, പക്ഷെ നടക്കുന്നില്ല സംഭവം കൊണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതിനൊക്കെയുള്ള ഭാഗ്യവും യോഗവും ഉണ്ടാകും. ഉത്രാട നക്ഷത്രത്തിന് അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. അതേപോലെ മനസ്സമാധാനം ഉണ്ടാകും. കടം കൊടുത്ത പണം തിരികെ കിട്ടുന്നതാണ്. കോടതി കേസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അനുകൂലമായ അറിയിപ്പും ഉണ്ടാകും. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരല്ലാതെ എല്ലാ നക്ഷത്രക്കാരും സൂക്ഷിക്കേണ്ട 2 ദിവസങ്ങളുണ്ട്. അതായത് മെയ് 12, അതേപോലെ മെയ് 16. ഈ സമയങ്ങളിലൊക്കെ പഴയതായ കാര്യങ്ങളൊക്കെ, അതായത് മുറിവാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മനസ്സിന് വേദന ഉണ്ടാക്കിയ കാര്യങ്ങളാണെങ്കിലും തലപൊക്കാനുള്ള ഒരു സാധ്യതയുള്ളതിനാൽ തന്നെ സൂക്ഷിക്കണം. വലിയ തീരുമാനങ്ങളൊന്നും മെയ് 12-നാകട്ടെ മെയ് 16-ാം തീയതികളിലൊക്കെ എടുക്കാതിരിക്കുന്നത്, പണ ഇടപാടുകളൊക്കെ നടത്താതിരിക്കുന്നതും ഉത്തമമായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ചൊവ്വ എന്ന് പറയുന്നത് ഭൂമികാരകനും 4ാം ഭാവകാരകനുമാണ്. അപ്പോൾ വീടിന്റെ കാര്യത്തിലേക്ക് വന്നാലും ചൊവ്വയുടെ ഭരണം എന്ന് പറയുന്നത് മെയ് 11 ഉച്ചയ്ക്ക് 12:50 കൂടി തുടങ്ങും. അതിനു മുൻപായിട്ട് വീടിനെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെയ് 11 ഉച്ചയ്ക്ക് 12:50 മുന്നേ തന്നെ വീടുപരമായിട്ട് ചില ഒരുക്കങ്ങൾ, പ്രത്യേകിച്ച് ഈ രാശിക്കാർ, ഞാൻ പറഞ്ഞല്ലോ മുൻപേ പറഞ്ഞ രാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ ചൊവ്വയുടെ ദിക്കെന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കാണ്, അഗ്നിമൂല. അപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ കേടായ മിക്സിയോ ഫ്രിഡ്ജോ പൊട്ടിയ പാത്രങ്ങളോ കരി പിടിച്ച ചുമരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം. അടുപ്പ് തിളയ്ക്കണം, അതായത് അടുപ്പിൽ ആഹാരങ്ങൾ വെച്ച് അടുപ്പിനെ ഒന്ന് വൃത്തിയാക്കണം. അതായത് അടുപ്പിൽ വെറുതെ ചാരം മൂടി കിടക്കാൻ പാടുള്ളതല്ല അടുപ്പ് എപ്പോഴും എന്തെങ്കിലും ഒന്ന് വിട്ട് പുകയ്ക്കുകയെങ്കിലും വേണം എന്ന് സാരം. പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരുണ്ടാകും, അടുപ്പ് കത്തിയിട്ട് ദിവസങ്ങളാകും, പക്ഷെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. ജോലി തിരക്കുകൊണ്ടൊക്കെ വീട്ടിൽ കുക്കിങ് പറ്റാതിരിക്കുന്നവർ, അതും ഒരു ദോഷമാണ് എന്ന് പറയുകയാണ്. അശ്വതി, പൂയം, ചോതി, തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അഗ്നിശുദ്ധി ഉണ്ടെങ്കിൽ ധനതടസ്സം വരെ മാറും എന്നതാണ്. ഇനി ചൊവ്വയുടെ നിറം അറിയാമല്ലോ, ചുവപ്പാണ്. അപ്പോൾ സ്വീകരണ മുറിയുടെ തെക്കു ചുവരിൽ ചൊവ്വയുടെ ചിത്രം, അതല്ലെങ്കിൽ ഒരു ചുവന്ന പവിഴം, അതല്ലെങ്കിൽ ചുവന്ന അന്തർദീപം, ചെറിയൊരു ദീപം ഒക്കെ തെളിയിക്കുന്നത് ഭരണി, ആയില്യം, വിശാഖം, അവിട്ട നക്ഷത്രക്കാർക്ക് ഊർജം കൂട്ടുന്നതിന് സഹായിക്കും. രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട, കിടപ്പുമുറിയിൽ ചുവന്നതൊന്നും വെക്കേണ്ട. അല്ലാതെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയിൽ ചുവപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ചുവന്ന ചിത്രങ്ങൾ, ചൊവ്വയുടെ ചിത്രം വെക്കാവുന്നതാണ്. അതേപോലെ കർട്ടൻ ഉണ്ടല്ലോ, ചുവപ്പ് നിറം കൊടുക്കാവുന്നതാണ്. പവിഴ അല്ലെങ്കിൽ ചുവന്ന ദീപങ്ങളൊക്കെ ചെറിയൊരു ബൾബ് ചുവന്ന നിറത്തിലുള്ളത് പ്രകാശിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ. ഇതൊക്കെ ചൊവ്വയുടെ ഒരു ഊർജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് സാരം. ഇനി ചൊവ്വ ആയുധകാരകനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ പൊട്ടിയ കണ്ണാടി, നിന്നുപോയ ക്ലോക്ക്, ഉണങ്ങി തൂങ്ങി നിൽക്കുന്നതായ ചെടികൾ, കള്ളിച്ചെടിയൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം നെഗറ്റീവ് ചൊവ്വയിൽ നിന്ന് ഉണർത്തും. അതുകൊണ്ട് വഴക്കുണ്ടാകാനോ അപകടം ഉണ്ടാകാനോ ഒക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ കാർത്തിക, പുണർന്ന, ചിത്തിര, ഉത്രാട നക്ഷത്രക്കാർ മെയ് 11 മുൻപ് ഇതൊക്കെ ഒന്ന് കളയാൻ ശ്രമിക്കണം വീട്ടിൽ നിന്നും. അതായത് ഉണങ്ങിയതായിട്ടുള്ള വസ്തുക്കൾ, ഓടാത്ത ക്ലോക്കൊക്കെ ഇങ്ങനെ ചിലന്തി വലയും കെട്ടിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി പുതിയത് വെക്കുകയോ അല്ലെങ്കിൽ മാറ്റിയിട്ട് പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ കന്നിമൂല ഭാഗം, ഈ ഭാഗം താഴ്ന്ന് കിടക്കരുത്. അവിടെ ഭാരമുള്ള അലമാരയോ പെട്ടിയോ എന്തെങ്കിലുമൊക്കെ വെക്കുക. അപ്പോൾ അതൊക്കെ ഒരു ശ്രദ്ധിച്ചാൽ ഒരു സ്ഥിരതയൊക്കെ ഉണ്ടാവുകയും, ചൊവ്വ 4ാം ഭാവകാരകനായതുകൊണ്ട് ഈ ഒരു തെക്ക് പടിഞ്ഞാറ്, അതായത് ഈ ഒരു കന്നിമൂല നിങ്ങൾക്ക് ഒന്ന് ബലപ്പെട്ടാൽ നിങ്ങളുടെ സുഖഭാവം വർദ്ധിക്കും. സുഖ സൗകര്യങ്ങളിൽ തന്നെ ഒരു മാറ്റവും വർധനവും ഒക്കെ ഉണ്ടാവും. ഈ പറയുന്ന കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ അങ്ങ്
ഇല്ലാതെയാകും, മനസ്സിലാക്കുക. അപ്പോൾ 2026 മെയ് മാസത്തിലെ ചൊവ്വ സംക്രമണത്തിൻ്റെ നക്ഷത്രം ഉൾപ്പെടെയുള്ള പൂർണ്ണ ഫലമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സമയം, അതായത് ഈ പറഞ്ഞ 4 നക്ഷത്രക്കാരുടെ അല്ലെങ്കിൽ 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യ സമയമാണ് തുടങ്ങുന്നത്. അപ്പോൾ മെയ് 11 മുൻപേ ഈ പറഞ്ഞ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്ന് രുദ്രനേത്രയിലൂടെ പറഞ്ഞു തന്ന ഈ അറിവ് ഗുണം ചെയ്തെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിച്ചോളൂ. സമയം കിട്ടുമ്പോൾ നോക്കിയിട്ട് അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.